വാ 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 വാ. എന്താ വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞിരുന്നു. ഇവരോട് വരാൻ പറഞ്ഞിരുന്നു. ഉവ്വണ്ണ, ഞാൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞ. ആ പറഞ്ഞായിരുന്നല്ലേ. ഈ 100 കാര്യങ്ങളിടയിലേ ഞാനതൊക്കെ മറന്നുപോയി. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത കടയിലല്ലേ ആ ദുരന്തം ഉണ്ടായേ? അതെ, പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. ആ പിന്നെ എങ്ങനെ സംഭവം? അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമ. പിന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും വേണം. അത് കറക്റ്റാ. പക്ഷേ ഇപ്പോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇനി ആരെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് വാങ്ങിക്കോടോ? ഇല്ലണ്ണ, അതിന് സാധ്യതയൊന്നും ഇല്ലണ്ണ. എന്ന് വെച്ചാ ഇതോടെ ഇവരുടെ കച്ചവടം പൂട്ടി. ആ കാര്യം സംസാരിക്കാനാ നിങ്ങൾ രണ്ടുപേരോടും വരാൻ പറഞ്ഞേ. ഇനിയിപ്പോ എന്തായാലും ഒരു ജോലിയെ നാട്ടുകാർ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എന്റെ പണം എങ്ങനെയാ തിരിച്ചുതരാൻ പോകുന്നേ? അത് ഞങ്ങൾ എങ്ങനെയും തരും. എങ്ങനെയെന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ഉത്തരമല്ല. കാശ് എന്റേതല്ലേ. എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടണം. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ദിവസം തികയുന്നതിന് മുന്നേ ഞങ്ങൾ പലിശ പൈസ കൊണ്ടു തന്നില്ലേ? ഇനിയും അങ്ങനെ തന്നെ ചെയ്തോളാം. പൊളിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ വാക്കൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കടലിലിറക്കിയ കപ്പല് മുങ്ങി. അതുകൊണ്ട് എനിക്ക് എന്റെ പണം തിരിച്ചു വേണം. അത് ഞങ്ങൾ തിരിച്ചു തരും. എപ്പോ? നിനക്കൊക്കെ സൗകര്യമുള്ളപ്പോഴല്ല. എനിക്ക് പണം വേണ്ടതേ ഇന്ന്, ഇപ്പോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ പണം ചോദിച്ചാ ഞങ്ങൾ എവിടെ നിന്ന് എടുത്തു തരാനാ? എടി മോളെ, കൊള്ളാവുന്നൊരു കേസ് തലയിലായി കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ സ്ഥലം വിട്ടാലേ എനിക്ക് നഷ്ടമാകാൻ പോകുന്നത് ലക്ഷങ്ങളാണ്. അപ്പോ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ തീരുമാനം എടുക്കട്ടെ. അതിനാ വിളിപ്പിച്ചത്. പണം ഞങ്ങൾക്ക് ഇപ്പൊ തരാൻ പറ്റില്ല. അതിന് കുറച്ച് സമയം വേണം. മര്യാദ അനുസരിച്ചുള്ള സമയം. എനിക്ക് അങ്ങനെ ഒരു മര്യാദ ഇല്ലെങ്കിലോ? വാങ്ങിച്ച പണം ഇന്ന് എനിക്ക് കിട്ടണം. അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. അത്രയ്ക്ക് വാശിയാണെങ്കിലേ നീ ഇവിടെ നിൽക്കുക. നിന്റെ കൂട്ടുകാരി പോയി പണം കൊണ്ടുവരട്ടെ. വെറുതെ ഗുണ്ടായിസം കാണിക്കരുത്. ഗുണ്ടായിസം തന്നെയാടി. ഈ ടൗണിലെ പേടിയെ തിണ്ണയിൽ കിടന്ന് ഉറങ്ങിയിരുന്ന ഗുണശേഖരനെ ഈ നിലയിൽ ഇവിടം വരെ എത്തിയത് ഗുണ്ടായിസം കൊണ്ട് തന്നെയാ. തല്ലേണ്ടവരെ തല്ലിയും കൊല്ലേണ്ടവരെ കൊന്നിട്ടുമുണ്ട്. ചവിട്ടി താഴ്ത്തിയിട്ടുമുണ്ട്. എന്റെ പണം തിരിച്ച് മേശപ്പുറത്തു വയ്ക്കാതെ ഇവളിവിടുന്ന് ഇറങ്ങില്ല. നീ പോയി പണം സംഘടിപ്പിച്ചോണ്ട് വാ. ചേട്ടാ, അത് പോകാൻ നീ വൈകുന്തോറും ഇവളിവിടെ നിൽക്കുന്നത് അപകടത്തിലാ.